നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. ബാലതാരമായി സിനിമയിലേക്ക് വന്ന് ദേശീയ അംഗീകാരവും സംസ്ഥാന പുരസ്കാരവും മുത്തമിട്ട ശക്തമായ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച ഒരു നടി. വിവാഹശേഷം കുടുംബിനിയായി സ്ക്രീനിൽ നിന്ന് മാറി നിൽക്കുന്ന നമ്മുടെയൊക്കെ പ്രിയങ്കരിയായ ജോമോളിനെ നമുക്ക് JB ജംഗ്ഷനിലേക്ക് സ്വാഗതം ചെയ്യാം. ജോമോൾ ഗൗരി എന്താ ഞാൻ വിളിക്കണ്ടേ? ജോമോളെന്ന് പ്രേക്ഷകരെ വിളിക്കുന്നു, ഗൗരി പിള്ളയെന്ന് ഔദ്യോഗിക നാമം. എങ്ങനെ വേണമെങ്കിലും വിളിക്കാം. ആ ജോമോളിലെ മോളങ്ങ് മാറ്റിയിട്ട് ജോന്നാക്കി വലിയ മോളെന്ന് വിളിക്കാം. എന്നാല് രണ്ട് വലിയ മക്കളുടെ അമ്മയായിരിക്കണം അല്ലേ? പക്ഷെ ജോമോളെ കണ്ടാ തോന്നുന്നില്ല കേട്ടോ. പഴയ സിനിമയിലൊക്കെ ഇങ്ങനെ അല്ലേ? മറ്റൊന്നുമില്ലല്ലോ. എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? മെയിൻറ്റെയിൻ ചെയ്യുന്നു എല്ലാവരും എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു എല്ലാവരും ചോദിക്കുന്നു. പക്ഷെ എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ഞാൻ കഴിക്കുന്നുണ്ട്. എല്ലാം വളരെ ലിമിറ്റഡ് ക്വാണ്ടിറ്റി. പിന്നെ പാരമ്പര്യമാണോ? അത് പാരമ്പര്യമല്ല. കാരണം കാരണം അറിയോ, ഇത് എൻ്റെ മനസ്സിലേക്ക് വന്ന ചോദ്യമാണെങ്കിൽ പോലും ഈ ഷോയുമായി ബന്ധപ്പെട്ട് ചില ആൾക്കാരോട് പിന്നെ നമ്മുടെ പ്രൊഡ്യൂസർ സംസാരിച്ചപ്പോൾ അവരുടെ മനസ്സിലേക്ക് ആദ്യം വന്ന ഒരു ചോദ്യം അല്ലെങ്കിൽ ഒരു സംശയം എൻ്റെ മനസ്സിൽ വന്ന ആ ചോദ്യം തന്നെയാണ്. അതുകൊണ്ട് ഇത് ബ്രിട്ടാസിന്റെ ചോദ്യമല്ല ഇത്. അല്ല, എന്റെ ശരീരം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വണ്ണം വെക്കുന്ന ശരീരം. ഒരു സെക്കൻഡ് നോക്കട്ടെ, ആരോ ഇങ്ങനെ കാത്തു നിൽപ്പുണ്ട് ഇത് ചോദിക്കാൻ വേണ്ടി. ഹായ് ജോമോൾ, ഈ മുഖം ഓർമ്മയുണ്ടോ? വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 1998 ഞാൻ മയിൽപ്പീലിക്കാവ് എന്നൊരു ചിത്രം നിർമ്മിക്കാൻ തീരുമാനിച്ചപ്പോൾ അതിനകത്ത് അഭിനയിക്കാൻ കുഞ്ചാക്കോ ബോബൻ്റെ എഗൻസ്റ്റായിട്ട് ഹീറോയിനായിട്ട് ഒരു കൊച്ചു സുന്ദരിയെ വേണം. വളരെ ബബ്ലിയായിട്ട് വികൃതിയുള്ള ഒരു കൊച്ചുകുട്ടി. അങ്ങനെ ഞങ്ങളിങ്ങനെ നായിക തപ്പി നടന്ന സമയത്ത് സ്വന്തം ജാനകിക്കുട്ടി എന്ന സിനിമയിൽ ഒരു നാടൻ പെൺകുട്ടിയായിട്ട് വന്ന ഒരു കൊച്ചുകുട്ടി ഞാൻ ഇന്നും ഓർക്കുന്നു. വേറെ ആരുമല്ല, ജോമോൾ. ആ ജോമോളെ ഈ വേഷം ഏൽപ്പിച്ചാൽ എങ്ങനെ ഉണ്ടാവും എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു പേടിയുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തൊരു നാടൻ പെൺകുട്ടി, നമുക്ക് വേണ്ടതോ ഒരു അടിപൊളിയായിട്ടുള്ള പെൺകുട്ടി. പക്ഷേ ഞങ്ങളെല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു അത് ജോമോൾ തന്നെ ആ വേഷം ചെയ്യണം. അങ്ങനെ കുഞ്ചാക്കോ ബോബൻ്റെ ഹീറോയിനായിട്ട് മയിൽപ്പീലിക്കാവിൽ ജോമോൾ അവിടെ വരുന്നു. നമ്മൾ ഒരിക്കൽ അതിന് ശേഷം അഭിനയിച്ചു ഒരുമിച്ച്. ഞാനന്ന് പ്രൊഡ്യൂസറായിരുന്നു, അന്ന് അഭിനയിച്ചിട്ടില്ല കൂടെ. ഇതിന് ശേഷം നമ്മളൊരു സീരിയലിൽ ഒരിക്കൽ അഭിനയിക്കാനൊരു ചാൻസ് കിട്ടി. ഞാൻ നോക്കിയപ്പോൾ പണ്ടുണ്ടായിരുന്ന ആ ബബ്ലി ആയിട്ടുള്ള കുട്ടിയെക്കാട്ടിലും വളരെയധികം സുന്ദരിയായിട്ട് ആഫ്റ്റർ മാരേജ്, ആഫ്റ്റർ ഡെലിവറി, അവർ കുട്ടികളും ആയിക്കഴിഞ്ഞു. അതിനുശേഷം കണ്ട ആ ജോമോൾ വളരെ അതിമനോഹരി, അതിസുന്ദരിയായിരിക്കുന്നു. എന്താണ് ജോമോൾ ഈ പറഞ്ഞ ഈ ഒരു കാലഘട്ടത്തിൽ, കുറച്ച് നാൾ സിനിമയിൽ നിന്ന് മാറി നിന്നല്ലോ, ആ മാറി നിന്ന കാലഘട്ടത്തിൽ ഇത്ര സുന്ദരിയാകാൻ വേണ്ടി എന്ത് ചെയ്തു? ഇത് എനിക്ക് വേണ്ടിയിട്ടുള്ള ചോദ്യമല്ല, നമ്മുടെ പൊതുജനത്തിന് വേണ്ടിയിട്ട് ഞാൻ ചോദിക്കുന്നൊരു ചോദ്യമാണ്. ആ സൗന്ദര്യം ഇന്നും നിലനിർത്തുന്നു. കീപ് ഇറ്റ് അപ്പ്. എത്ര പേരാണ് ജോമോളെ സകൂതം നിരീക്ഷിക്കുന്ന നോക്ക്. അതായത് ഒരു പതിറ്റാണ്ട് മുമ്പ് അഭിനയിച്ചപ്പോഴുള്ള അതേ ശരീര രൂപഘടന ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു. അതില് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞത് ആദ്യത്തെ പടങ്ങളിലെല്ലാം വന്നപ്പം എനിക്ക് തോന്നുന്നു എനിക്ക് നല്ല വണ്ണമുണ്ട്. പിന്നെ മൂവിയിലായി ഓരോ പ്രോഗ്രാംസിന് പോകുന്നു, അല്ലെങ്കിൽ ഷൂട്ട് കഴിഞ്ഞ് തിരിച്ചു വരുന്നു. ഞാൻ അങ്ങനെ കെയർ ചെയ്യില്ല, എന്ത് കാണുന്നു അത് കഴിക്കുന്നു. എനിക്കിപ്പോൾ റിച്ച് ഫുഡിനോടൊക്കെ ഭയങ്കര ഇഷ്ടം, ഫ്രൈഡ് റൈസ്, ചില്ലി ചിക്കൻ. അപ്പം മയിൽപ്പീലിക്കാവിൽ തന്നെ ഷൂട്ട് കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ പ്രൊഡക്ഷൻ ഫുഡ് ഉണ്ടാവും. കുറേ ദിവസം ഷൂട്ടില്ല, എനിക്ക് മടുക്കും. അപ്പം ഞാൻ ഫ്രൈഡ് റൈസും ചിക്കനും പറയും. അങ്ങനെ കഴിച്ച് ഒരു സ്കെഡ്യൂൾ കഴിഞ്ഞ് ഐ തിങ്ക് ലാസ്റ്റ് രണ്ടാമത്തെ സ്കെഡ്യൂളിൽ പോയപ്പോൾ പാട്ടായപ്പോഴത്തേക്ക് അത്യാവശ്യം വണ്ണം വെച്ചിട്ടുണ്ട്. അത് പക്ഷേ അറിയുന്നില്ല ഇതിനകത്ത്, എനിക്ക് മനസ്സിലായി. പിന്നെ അങ്ങൊന്ന് വണ്ണം വെച്ചു. നമ്മുടെ ഈ എന്താ പറയുക ഉണ്ടല്ലോ, റിച്ച് ഫുഡ്, നമ്മൾ പോകുന്നു, ഹോട്ടലിൽ പോകുന്നു, പലരെ കാണുന്നു, പല ഫങ്ഷൻസിന് പോകുന്നു, അങ്ങനെ വലിയൊരു കൺട്രോൾ ഉണ്ടായിരുന്നില്ല. പിന്നെ എപ്പോഴോ എന്നെ പലരും തടിച്ചി എന്ന് പറഞ്ഞ് കളിയാക്കി. പിന്നെ ഈ കണക്ക് നമുക്ക് ഏത് പാട്ടിനെ കുറിച്ചാണ് പറഞ്ഞത്? സിനിമയിലും ജീവിതത്തിലും എനിക്കും എൻ്റെ കുടുംബത്തിനും ഏറ്റവും നല്ലത് മാത്രം വരണമെന്ന് ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കളുടെ ഒരാളാണ് ജോ. യു ആർ വൺ ഓഫ് ദ മോസ്റ്റ് ഗ്രേസ്ഫുൾ ആൻഡ് കൾച്ചേർഡ് ആക്ട്രസസ് ഐ ഹാവ് വർക്ക്ഡ്. എനിക്കൊന്ന് ഇപ്പോഴും യു ആർ സ്റ്റിൽ ലുക്കിംഗ് മോർ ബ്യൂട്ടിഫുൾ ദാൻ ബിഫോർ. സ്റ്റിൽ ഗ്രേസ്ഫുൾ ആൻഡ് എലഗൻറ്റ്. ഇപ്പോൾ എന്നെക്കാളും എൻ്റെ അമ്മയുടെ ഫ്രണ്ടാണ് ജോ. ആൻഡ് ഐ എം ഹാപ്പി ഫോർ ദാറ്റ്.
അങ്ങനത്തെ ഒരു ഫാമിലി ഒരു ബോണ്ടിങ് സ്റ്റിൽ ഈവൻ ദോ വി ഡോണ്ട് എപ്പോഴും നമ്മൾ ഫോണിൽ ബന്ധപ്പെടാറില്ല, സംസാരിക്കാറില്ല, ബട്ട് സ്റ്റിൽ ദാറ്റ് ഫ്രണ്ട്ഷിപ്പ് ആൻഡ് ബോണ്ടിങ് സ്റ്റിൽ ദാറ്റ്. ഒരുപാട് സന്തോഷമാണ്. അതിനേക്കാളും സന്തോഷം എനിക്ക് തോന്നുന്നു ദാറ്റ് യു ആർ സ്റ്റിൽ കീപ്പിംഗ് എ വെരി ഗുഡ് ഫ്രണ്ട്ഷിപ്പ് വിത്ത് മൈ മദർ, എൻ്റെ അമ്മയുമായിട്ട്. You are still looking graceful and beautiful than before. How do you keep on moving in life with full of energy and positive vibes? വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ കുഞ്ചാക്കോ എടുത്ത് പൊന്തിച്ചല്ലോ. പൊന്തിച്ചു. അതെങ്ങനെ അത് ഫ്രൈഡ് റൈസും ചിക്കനും കഴിക്കുന്ന സമയമായിട്ട് കൂടി ഇല്ല, അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ചു ഞാൻ പിന്നെ ചോദിച്ചില്ല. അത് കഴിഞ്ഞ സ്കെഡ്യൂൾ ബാക്കപ്പ് ആയിരുന്നു. അപ്പൊ ആ സമയത്തൊക്കെ വണ്ണം വെച്ചു. പിന്നെ സിനിമയിലുള്ളവർ തന്നെ തടിച്ചി എന്നൊക്കെ വിളിക്കാൻ തുടങ്ങി. അപ്പൊ അതെവിടെയോ മനസ്സിൽ കൊണ്ടു. പക്ഷെ ആഹാരം കൺട്രോൾ ചെയ്യാൻ എനിക്ക് വലിയൊരു താല്പര്യമില്ലാത്തൊരു കൂട്ടത്തിലായിരുന്നു അന്ന്. അങ്ങനെ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഒരു ഷോ തിരുവോണത്തിൻ്റെ ദിവസം കമ്പയർ ചെയ്തു. അപ്പോൾ ഞാൻ സെറ്റ് മുണ്ടെല്ലാം ഉടുത്തിട്ടാണ് ഇരുന്നത്. അന്ന് എൻ്റെ മമ്മി കൂടിയില്ല. മമ്മി അന്ന് വർക്ക് ചെയ്യായിരുന്നു, ഇന്ത്യക്ക് വെളിയിൽ വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ മമ്മി അവിടെ ഇരുന്ന് കണ്ടു കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ വിളിച്ചു, നീ എന്ത് വണ്ണം വെച്ച് വൃത്തികേടായിരിക്കുന്നു. അതായിരുന്നു ഫസ്റ്റ് കമൻറ്റ്. പിന്നെ അത് കഴിഞ്ഞ് മമ്മി വന്നു. പിന്നെയുള്ള ഷൂട്ടിങ്ങിനൊക്കെ മമ്മി കൂടെ ഉണ്ടായിരുന്നു. അപ്പം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ അരയന്നങ്ങളുടെ വീട് ഷൂട്ട് ചെയ്തപ്പോൾ ഞാനും പൊന്നമാൻ്റിയും കൂടെ ഒരു വീട്ടിലായിരുന്നു താമസിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ, ഞാനും മമ്മിയും പൊന്നമാൻ്റിയുടെ കൂടെ വരുന്ന ഒരു ലേഡി. അപ്പോൾ വൈകുന്നേരം ഞങ്ങളുടെ സെറ്റിലുള്ള ടിപ്പിക്കൽ ഫുഡാണ് കഞ്ഞി, ചപ്പാത്തി, ചമ്മന്തി, പയർ, ചിക്കൻ, ഇതെല്ലാം. എനിക്ക് കഞ്ഞി കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കഞ്ഞിയല്ല, കഞ്ഞിയുടെ ചോറ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. മമ്മി എന്ത് ചെയ്യും, അത് സമ്മതിക്കില്ല, എന്നെ ഇങ്ങനെ കണ്ണുരുട്ടും. അപ്പോൾ വരുന്ന പാട് കഞ്ഞി എടുത്തിട്ട് അവിടെ നിൽക്കുന്നൊരു കെയർ ടേക്കറിന് അങ്ങ് കൊടുക്കും. അപ്പോൾ പിന്നെ ഞാൻ കഴിക്കില്ല. 2, 3, 4 ചപ്പാത്തി എന്താ വെക്കും, അതിൽ 2 ചപ്പാത്തി മാത്രം എനിക്ക് തരും, മാക്സിമം ഒരു ചിക്കൻ. അങ്ങനെ കഴിച്ച് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു ആ സമയത്തൊക്കെ. അങ്ങനെ കഴിച്ച് വണ്ണം അങ്ങ് കുറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇത് നല്ലൊരു കാര്യമാണെന്ന്. അത് കഴിഞ്ഞ് സിനിമയിൽ നിന്നൊക്കെ വിട്ടു. പിന്നെ ഞാൻ അതങ്ങ് മെയിൻറ്റെയിൻ ചെയ്തു. പിന്നെ കല്യാണം കഴിഞ്ഞ ഉടനെ ബോംബെക്ക് പോയി നോക്കുമ്പോൾ അവിടെ അങ്ങനെ അപ്പോൾ ഒരു എല്ലാ ആളുകളെയും കണ്ടൊക്കെ എല്ലാരും ട്രിം ആകാൻ ഒക്കെ ഒരു അപ്പൊ പിന്നെ അങ്ങനെ. പക്ഷെ ഡെലിവറി കഴിഞ്ഞിട്ട് ഞാൻ നല്ല വണ്ണം വെച്ചു. 75 കിലോ വരെ ഞാൻ നോക്കി. 75 വരെ ഞാൻ നോക്കിയുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് കയറി നിന്ന് നോക്കാനുള്ള ധൈര്യമില്ലായിരുന്നു. പിന്നെ ഡെലിവറി കഴിഞ്ഞ് 1 കൊല്ലം ഞാൻ ഫീഡ് ചെയ്യുന്നത് കൊണ്ട് അത്ര ഫുഡിലോ അങ്ങനെ കോംപ്രമൈസ് ചെയ്തില്ല. അവർ തരുന്ന കാര്യങ്ങളോ അങ്ങനെ ഫീഡ് ചെയ്യുമ്പോൾ ഓരോ സമയത്ത് ഓരോന്ന് കഴിക്കുന്നതൊക്കെ ഞാൻ അതിൽ കോംപ്രമൈസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തീരുമാനിച്ചു. ജോമോളുടെ ചില സുഹൃത്തുക്കളുണ്ട്. ഒരു സുഹൃത്ത് ഇങ്ങനെ ജോമോളെ കുറിച്ച് എന്തോ പറയാൻ വേണ്ടിയിട്ട് നല്ലതേ പറയാവുള്ളൂ എന്ന് ജോമോൾ പറഞ്ഞുകൊണ്ടായിരിക്കാം നല്ലത് മാത്രം പറഞ്ഞത്. ഗൗരി എന്ന് പറയുന്ന സെലിബ്രിറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ജോമോൾ എന്ന് പറഞ്ഞ സെലിബ്രിറ്റി, വെൻ ഷീ കെയിം ഇൻ ടു മൈ ലൈഫ് ഷീ വാസ് ഗൗരി. ഞാനും ഗൗരിയും എപ്പോഴും പുറത്തു പോകുമ്പോഴാണ് എനിക്കൊരു തരം ഡിഫറൻസ് മനസ്സിലാവുന്നത്. ദ പേഴ്സൺ ഐ നോ ആൻഡ് ദ സെലിബ്രിറ്റി എവ്രി വൺ നോസ്. ഞങ്ങളിപ്പോഴും പുറത്തു പോകുമ്പം എല്ലാവരും വരും, ഗൗരിയുടെ അടുത്ത് വരും, ഫോട്ടോ എടുക്കാനൊക്കെ വരും. വൺ തിങ് ഷീ ഡസ് ഇസ് ദാറ്റ് ഷീ ഈസ് വെരി അക്കോമഡേറ്റിംഗ്. ആരോടും ഒരിക്കലും ഒരു നോ പറയില്ല. എല്ലാവരും വന്ന് ചോദിച്ചാൽ അവരോട് വളരെ സോഫ്റ്റായിട്ടും വീട്ടിലെ കാര്യങ്ങൾ, കുട്ടികൾ എത്രയുണ്ട് പേരുണ്ട്, അപ്പോൾ വളരെ നല്ല രീതിയിൽ ആൻസറൊക്കെ പറയും. പിന്നെ ഒരുപാട് ആൾക്കാർ തെറ്റിദ്ധരിക്കുന്ന ഭയങ്കര കുറച്ച് ഇൻട്രോവേർട്ടാണ്, അധികം മിണ്ടില്ല എന്നൊക്കെ. ബട്ട് ഷീ ഈസ് എൻ എക്സ്ട്രീംലി ഫ്രണ്ട്ലി പേഴ്സൺ. ഷീ ഈസ് വെരി വെരി വോം. വേറൊരു കാര്യം കൂടെ ഉണ്ട്, ആള് കുറച്ച് ഒബ്സെസീവ് കമ്പൾസീവ് ഡിസോർഡർ ഉള്ള ആളാണ്. എല്ലാം വൃത്തിയാക്കി അയ്യോ ഒരു രക്ഷയില്ല. ഫുൾ എല്ലാം അടുക്കി ഇപ്പം തുണി അടുക്കുവാണെങ്കിൽ എല്ലാം സിമെട്രിക്കലായിട്ട് കളറ് പ്രകാരം ഒക്കെയാണ് അടുക്കുന്നത്. ഗൗരിയടുത്ത് എനിക്ക് ചോദിക്കാനുള്ളത്, ഐ നോ ദാറ്റ് യു ബീൻ ഗെറ്റിംഗ് many offers. Next thing is, when are you coming on screen again, and when am I going to see you, Gauri, on screen again? എന്താണ് ഒബ്സസീവ് കമ്പൽസറി ഡിസോർഡർ? OCD ഉണ്ടോ ശരിക്കും? അത് അത്യാവശ്യം ഉണ്ട്. അത് OCD എന്ന് പറഞ്ഞ സ്വഭാവമാണെന്നുള്ളത് കല്യാണം കഴിച്ച് അയ്യോ എൻ്റെ ഹസ്ബൻഡ് ചന്തു പറയണത് ഇത് തന്നെയാണ്. സീരിയസ് ആയിട്ട് ചോദിച്ചത്? അയ്യോ എൻ്റെ അടുത്ത് പറയും ഭാവേ ഇത് സത്യം പറഞ്ഞ ഒരു സൈക്കാട്രിക്കൽ ഡിസോർഡർ ആണ്. പ്രായമാവും തോറും എനിക്കിത് വളരെ ബുദ്ധിമുട്ടാവും. അത് കൂടി വരും. നിന്നെ കൊണ്ട് എനിക്ക് വളരെ ബുദ്ധിമുട്ടാവും. കാരണം എനിക്ക് അങ്ങനെ ഞാനെല്ലാം എനിക്ക് വെച്ച കാര്യങ്ങൾ അതുപോലെ നിൽക്കണം. ഇപ്പം
എടുത്തു കഴിഞ്ഞാൽ എൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഞാൻ അടുക്കി വെക്കാം, അത് എടുത്തു കഴിഞ്ഞാൽ അതുപോലെ എന്താ തിരിച്ചു വെക്കാത്തത്? 2 പിള്ളേരൊക്കെ ഇങ്ങനെയുള്ള സ്ഥിതിക്ക് പാവങ്ങള് കഷ്ടം കേട്ടോ. എനിക്ക് അവരുടെ കാര്യം ചിലപ്പോൾ അവരെ കഷ്ടം പീഡിപ്പിക്കുക തോന്നും. എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ജോലി. പീഡിപ്പിക്കില്ല, എനിക്ക് കഷ്ടം തോന്നും അവരുടെ കാര്യങ്ങൾ. എടുത്ത കാര്യം എടുത്തെടുത്ത് വെക്കൂ. കാരണം പുറകെ എല്ലാവരും ഇപ്പം മക്കളാണെങ്കിലും ഒരു സാധനം അവിടെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ എടുത്ത് തിരിച്ചു വെക്കും. തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെയും അവരത് വലിച്ചെടുക്കും. എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ എങ്കിലും ഇട്ടിട്ട് പോകും. അപ്പം എനിക്കിങ്ങനെ എല്ലാം ഇങ്ങനെ വെളിയിൽ കിടക്കണം ഇഷ്ടമല്ല. എനിക്ക് എവിടെയെങ്കിലും ഇങ്ങനെ അകത്ത് അടുക്കി വെളിയിൽ അധികം കാര്യങ്ങൾ കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതിന് ഇപ്പം എൻ്റെ ഹസ്ബൻഡാണെങ്കിൽ പറയും, ഷർട്ടുകളാണെങ്കിൽ ഒരുപോലെ അടുക്കി വെക്കും, മടക്കി അടുക്കി വെക്കും. അത് കഴിഞ്ഞാൽ ചിലപ്പോൾ തോന്നും ഇങ്ങനെ ശരിയാവില്ല. അപ്പോൾ പിന്നെ ഞാൻ അതെടുത്ത് മാറ്റിയിട്ട് ചെക്സ് എല്ലാം ഒരുമിച്ച് വെക്കും, പ്ലെയിൻ എല്ലാം വേറെ വെക്കും, സ്ട്രൈപ്സ് എല്ലാം വേറെ വെക്കും. അപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ പിന്നെ ഞാൻ വിചാരിക്കും അത് ശരിയാവില്ല. അപ്പോൾ ഞാൻ എടുത്തിട്ട് ഷെയ്ഡ് അനുസരിച്ച് വെക്കും. അപ്പോൾ എൻ്റെ അടുത്ത് പറയും, ഈ OCD എന്നുള്ളത് നിനക്ക് ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ കൂടിയിട്ട് ഒരു നല്ലൊരു ഡോക്ടറെ അത് OCD പോലും നീ കറക്റ്റായിട്ട് തിരിച്ചിടും, CDO ആക്കിയിടും എന്ന് പറയും. നമ്മുടെ സുഹൃത്തുക്കളുടെ പട്ടികയിൽ ചില ആൾക്കാരുണ്ട്. ഞാനൊരു കാര്യം ചെയ്യാം, ഈ ഷോ കഴിഞ്ഞ ശേഷം ഞാൻ ജോമോളുടെ നമ്പർ കൊടുക്കാം, എടുത്തു വയ്ക്കാം. എനിക്ക് വളരെ ഇഷ്ടമാണ്. എനിക്ക് അല്ല, ഞാൻ പറഞ്ഞ ഡോക്ടറുടെ പേരാ പറഞ്ഞു. എന്നടുത്ത് പറയും നീ ഇംഗ്ലീഷ് മരുന്ന് കഴിക്കണ്ട, ഹോമിയോയില് ചിലപ്പോ കാണും. അപ്പൊ അതാവുമ്പോ നീ മരുന്ന് കഴിച്ചു എന്നും തോന്നില്ല, ഹോമിയോയാണെങ്കിൽ സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല, മരുന്ന് കഴിച്ചു എന്നും തോന്നില്ല. പക്ഷെ ഇത് എന്നിട്ട് എനിക്കിപ്പം വാഷ്റൂം ഒക്കെ ആണെങ്കിൽ ഞാൻ വാഷ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നല്ല ക്ലീൻ ആയിട്ട് ഡ്രൈ ആയിട്ടിരിക്കണം. എനിക്കൊരു ഡ്രോപ്പ് വെള്ളം അതിൽ കാണാൻ പറ്റില്ല. അപ്പം ചന്ദ്രചേട്ടൻ വരുമ്പം ബാത്റൂമിൽ പോകും, ഞാൻ എല്ലാം നീറ്റാക്കിയിട്ട് കഴിഞ്ഞ് ബാത്റൂമിൽ പോകുമ്പോഴും ഞാൻ പിന്നെ നോക്കുമ്പോഴും ബാത്റൂമിൽ വെള്ളം. ഞാൻ പറയും, ചന്ദ്രചേട്ടൻ ഞാനിത് ഡ്രൈ ആക്കി വെച്ചതല്ലേ, പിന്നെ ഇത് വെറ്റാക്കിയിട്ടുണ്ടല്ലോ. എനിക്ക് ബാത്റൂമിൽ പോകാൻ ഒരു 1 ബെഡ്റൂം ഫ്ലാറ്റ് വേറെ വാങ്ങും. എനിക്കൊന്ന് സമാധാനത്തിൽ ബാത്റൂമിലും വാഷ്റൂമിലും എനിക്ക് ഇഷ്ടം പോലെയുള്ള രീതിയിൽ വീടിടണം എന്ന് പറയും. എന്തായാലും ഇവിടെ സ്വാഭാവികമായിട്ടും ഗൗരി ജോമോളിലെ കുടുംബത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരാളെ കൂടി നമ്മൾ കൊണ്ടുവരുവാണ്. വരട്ടെ. ജോമോൾ എന്ന ഗൗരി എന്ന ഞങ്ങളുടെ വാവ ഞങ്ങളുടെ കൂടെ എത്തിയിട്ട് 13 വർഷമായി. എൻ്റെ ഭർത്താവ് എൻ്റെ മക്കൾ എന്ന കൺസെപ്റ്റ് അല്ല വാവയുടേത്. പക്വത, സഹനശീലം, ക്ഷമ, ഇതിനെല്ലാം ഉപരി സ്വന്തം എന്ന് കരുതി ഞങ്ങളോടുള്ള സ്നേഹം, ഇതാണ് വാവ എന്ന എൻ്റെ മകൾ. പലപ്പോഴും ചോദിക്കണം എന്ന് കരുതിയൊരു ചോദ്യം ചോദിക്കട്ടെ വാവേ? എനിക്കാണ് 60 വയസ്സ്, പക്ഷേ പക്വതയും കാര്യപ്പിടിപ്പും നിനക്കും. ഇതിൻ്റെ സീക്രട്ട് എന്താണ് വാവേ? OCD മാറ്റിവെച്ചാൽ നീയൊരു പെർഫെക്ഷനിസ്റ്റ് ആണ് കേട്ടോ. അമ്മായിമ്മയെ കൊണ്ടൊക്കെ നല്ലത് പറയിപ്പിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. അല്ല, ഞങ്ങൾ പരസ്പര ധാരണയാണ്. വെളിയിൽ വരുമ്പം ഇങ്ങനെയൊക്കെ തന്നെ എല്ലാവരും പരസ്പരം. ഇപ്പം എന്നെക്കുറിച്ച് അമ്മയെക്കുറിച്ച് എന്നോട് ചോദിച്ചാലും ഞാനതൊക്കെ തന്നെ പറയൂ. ഞങ്ങളങ്ങനെ ഒരു വളരെ എന്താ പറയുക, ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകുന്നൊരു ഫാമിലിയാണ്. അത് എവിടെ നമ്മ എങ്ങനെ കത്തി വെച്ച് ചോദിച്ചാലും എന്നെക്കുറിച്ച് ഇത്ര നല്ലതേ പറയുള്ളൂ. അത്രേ പറയുള്ളൂ. ആരെന്ത് വിചാരിച്ചാൽ തെറ്റിക്കാൻ പറ്റില്ല. ഇല്ല, എന്നെക്കുറിച്ച് വെളിയില് വീടിനകത്ത് ഞങ്ങൾ വേറെയാണ്. പറഞ്ഞു പഠിപ്പിച്ച കാര്യങ്ങളാണ് ഇതെല്ലാം. പരസ്പരം അമ്മയെക്കുറിച്ച് എന്നോട് ഇപ്പം സാർ ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ഇതുപോലെ അമ്മ പറഞ്ഞു പഠിപ്പിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഞാൻ അങ്ങോട്ട് പറയും. അങ്ങനെ ഞാൻ പറഞ്ഞ 2 സെന്റൻസ് അമ്മ പറയാൻ മറന്നുപോയി. സത്യം പറഞ്ഞ പഠിപ്പിച്ച 2 സെന്റൻസ് മറന്നുപോയി പറയാൻ. ഓ, വലിയൊരു അണ്ടർസ്റ്റാൻഡിംഗ് ഞങ്ങൾ അങ്ങനെയാണ്. ഇപ്പൊ എന്റെ ഹസ്ബൻഡിനോട് ചോദിച്ചോ, ചിലപ്പോൾ എന്റെ ഹസ്ബൻഡ് ഇതുപോലെ തന്നെ ആയിരിക്കും പറയാം. അയ്യോ. All I want to say is I've been really very lucky to have Vawa as my wife. Marriage is all about teamwork, and it's only as strong as its weakest link. I've been very lucky to have a wife like you because you've played more than your part, more than I can ever imagine or ever expect. You've been the perfect wife, mother, sister-in-law, and daughter. I wouldn't call you a daughter-in-law because thanks to you, I've become the son-in-law in the family now. So that's the only thing I hate about it, but it is what it is, and I just have to accept it. Thank you so much for being a part of our lives. Thank you so much for making it better. And there's just one thing, people always ask me that how do you manage to leave your family and go? And my answer is always the same. I can leave my family and go because I know my wife is here to take care of everything. And I don't have to know about it, which is an amazing quality and very rare to find these days. Well, my question is very simple. It's $1 million question. So you better think before you answer. Who do you love more, Amma or me? Think and answer, right? ഇതൊക്കെ ഭയങ്കര കൊറിയോഗ്രാഫി ചെയ്തുപോലെ ഉണ്ട്. കാരണം വെച്ചാൽ എന്ത് പുകഴ്ത്തലാണ്. 13 കൊല്ലം ഞങ്ങൾ എഴുതി പഠിച്ച സ്ക്രിപ്റ്റാണ്. മാറ്റി പറയാൻ പാടില്ല. മാറ്റി പറയാൻ പാടില്ല.
പക്ഷെ വീട്ടിനുള്ളിൽ ചില ചെറിയ പിരിമുറുക്കൊക്കെ ഉണ്ടാകുമ്പോൾ മാറ്റി പറയില്ലേ? പിന്നെ ആ. വീടിനുള്ളിൽ ഇങ്ങനെ കുറിച്ച് പറഞ്ഞില്ല. ഇതുപോലെ പറഞ്ഞിട്ടില്ല, ആദ്യമായിട്ടാണ്. അതുകൊണ്ട് ഇങ്ങനത്തെ ഷോന് വരാം. എന്താണ് ജോമോൾ അങ്ങനെ നിങ്ങൾ തീരുമാനിച്ചത്? അതായത് മകളെക്കുറിച്ച് പറയുമ്പോൾ പുറത്ത് ഒരാൾ ചോദിക്കുകയാണെങ്കിൽ അമ്മായിയമ്മ ഒരു മോശപ്പെട്ടൊരു കാര്യം പറയാൻ പാടില്ല, അമ്മായിയമ്മയോട് മകളോട് ചോദിക്കുകയാണ് ഒന്നും പറയാൻ പാടില്ല, കുശുമ്പ് തോന്നാൻ വേണ്ടിയിട്ട് മറ്റുള്ളവർക്ക്. ഓ അങ്ങനെയാണല്ലോ. അങ്ങനെ മറ്റുള്ളവർക്ക് ഈ കുടുംബത്തിന്റെ സന്തോഷവും ആ കെട്ടുറുപ്പിലും അസ്വസ്ഥതയും. നമുക്ക് ഒരു ഹ്യൂമൻ ട്രേറ്റ് ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഇപ്പം അത് നമ്മൾ ഒരാളുടെ ദുഃഖത്തിലാണ് നമ്മൾ ചിലപ്പോൾ കൂടുതൽ സന്തോഷിക്കുന്നത്. മറ്റൊരു ഫാമിലിയിൽ പ്രശ്നമുണ്ടാകുമ്പോൾ ഒബ്വിയസ്ലി നമ്മുടെ മനസ്സിലൊരു അവിടെ എന്തോ പ്രശ്നമുണ്ട് എന്ന് പറയത്തില്ലേ? അപ്പം നമുക്കൊരു സേഡിസ്റ്റിക് പ്ലഷറാണ്. അപ്പുറത്തെ ഫാമിലി അവിടെ അമ്മായിമ്മയും മരുമോളും നല്ല വഴക്കാണ് എന്ന് കേൾക്കുമ്പോൾ ഒരു സൈഡിസ്റ്റിക് പ്ലഷർ ഇല്ലേ? ഇത് അങ്ങനത്തെ ആ ഒരു പ്ലഷർ മറ്റുള്ളവർക്ക് കൊടുക്കരുത്. ഇത് പറയുന്നത് കേട്ടിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പ്ലഷർ തോന്നി ഇനിയിപ്പോൾ അഥവാ ഞാൻ ചോദിച്ചോട്ടെ, ഇനി അഥവാ എനിക്ക് സന്തോഷം തോന്നി, എന്താ കാരണം വെച്ചാൽ ഞാൻ പറയാൻ എന്തുകൊണ്ടാണ് സന്തോഷം എന്ന് പറയാം. ഓക്കെ, അതായത് രണ്ട് സംസ്കാരത്തിൽ നിന്ന് വന്ന ആൾക്കാരായിട്ട് കൂടി, അതെ, രണ്ട് അപ്ബ്രിങ്ങിങ് ആണ്, രണ്ട് ഗ്രൂമിങ് ആണ്, രണ്ട് വ്യത്യസ്തമായ പെഡിഗ്രി. കറക്റ്റ്. എങ്കിൽ പോലും നിങ്ങൾക്ക് ഇതിപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണെങ്കിൽ പോലും ഇങ്ങനെ പറയാൻ ഉള്ള മാനസികാവസ്ഥ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ഞാൻ പഠന ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. ഞാൻ ചിലരോട് ബൈറ്റ് നമ്മുടെ ആൾക്കാർ ചോദിക്കുമ്പോൾ ഒരു ബൈറ്റ് കൊടുക്കാൻ വിസമ്മതിച്ച കുടുംബങ്ങളുണ്ട്, സ്വന്തം കുടുംബത്തിലെ ആൾക്കാർ. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ ജോമോൾ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞുറപ്പിച്ച ധാരണ പ്രകാരമുള്ളതാണ് എങ്കിൽ പോലും ഇങ്ങനെ പറയാൻ പറ്റുന്നു എന്ന് പറയുന്നത് അത് മറ്റുള്ളവർക്ക് അവർക്ക് എന്താ പറയാ, അങ്ങനെ ഞങ്ങൾ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഇങ്ങനെ ഒരു കാണുമ്പോൾ അപ്പുറത്തെ ആൾക്ക് ഒരു സന്തോഷമാണ്. എന്തോ പ്രശ്നമുണ്ട് പെട്ടെന്ന്, പ്രത്യേകിച്ച് ഒരു സെലിബ്രിറ്റി ആകുമ്പോൾ അവരുടെ ലൈഫിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്, കാരണം ആ അമ്മായിമ്മ പറഞ്ഞത് അത്ര ശരിയല്ല, അല്ലെ ഹസ്ബൻഡ് പറഞ്ഞത് അത്ര ശരിയല്ല, എന്തോ പ്രശ്നമുണ്ട്. പിന്നെ നമുക്കതാണ്, നമുക്ക് സ്വന്തം നമുക്ക് 100,000 ജോലി ഉണ്ടാവും, നമുക്ക് ഒരുപാട്, നമുക്കതൊന്നും അല്ലല്ലോ പിന്നെ വിഷയം. നമ്മൾ അപ്പുറത്ത് എന്താണെന്നുള്ളതിൽ നമ്മൾ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് നമ്മൾ നടത്തും. ആ ഒരു സന്തോഷം മറ്റൊരാൾക്ക് കൊടുക്കരുത്. അത് ഞങ്ങൾ തീരുമാനിച്ച കാര്യമാണ് ഞങ്ങൾക്കിടയിൽ. എനിക്ക് തോന്നുന്നു ഞാനിപ്പം പിന്നെ ഗൗരിയുടെ ജോമോളിലെ കല്യാണത്തിലേക്കും മറ്റു കാര്യങ്ങളിലേക്കും ഞാൻ വരും. അത് ഞാൻ കുറച്ചങ്ങോട്ട് മാറ്റി വെക്കാം. എന്താ കാരണം വെച്ചാൽ എനിക്ക് ജോമോളെന്ന നടിയിലേക്ക് പോകാനാണ് കുറച്ചുകൂടെ കൗതുകം. പക്ഷേ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ജോമോൾ വളരെ കൃത്യമാണ്. നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾക്കൊരു വ്യക്തമായൊരു ധാരണയുണ്ട്. ഉണ്ട്, വ്യക്തമായ ധാരണ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു പോളിസി ഞാൻ എല്ലാവരുടെ അടുത്തും പറയുന്നത്. ഇപ്പം ഞാൻ വന്ന് കയറിയതാണ്. ഇപ്പം എൻ്റെ ഹസ്ബൻഡ്, അമ്മ, അച്ഛൻ, എൻ്റെ സിസ്റ്റർ, ഇവരെല്ലാവരും ഞാനാണ് വന്ന് കയറിയത്. ഇപ്പം ഞാനൊരാൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണോ, ഞാൻ ഈ ബാക്കിയുള്ള 4 പേരോട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറയുന്നതാണോ എളുപ്പം? നമ്മളങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പ്രശ്നമുണ്ടാവും. ഞാൻ എന്ത് ചെയ്താലും അഡ്ജസ്റ്റ് ചെയ്യില്ല എന്ന് ഞാനങ്ങ് തീരുമാനിക്കുക. അപ്പം ഞാൻ പറയാം, നിങ്ങൾ 4 പേരും അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും. പലരും പല ഏജ് ഗ്രൂപ്പാണ്, അച്ഛൻ വേറെ ഏജ്, അമ്മ വേറെ ഏജ്, എല്ലാം നമുക്കത് പറ്റത്തില്ലല്ലോ. നമ്മൾ അവരെ 4 പേരോട് ഒരുമിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറയുന്നതാണ്. നമ്മൾ ഒരാൾ അപ്പോൾ ഈ അഡ്ജസ്റ്റ്മെന്റിന്റെ ഒരു ആൾ രൂപമാണോ ഇപ്പം എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്? അങ്ങനെയൊക്കെ എനിക്ക് എന്നെ സ്വയം പുകഴ്ത്തി പറയാൻ താല്പര്യമില്ല. അല്ല, ഒരുപാടൊന്നും അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുമോയെന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് നല്ല പേഷ്യൻസ് ലെവൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം ചന്തു വേറെ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ പെട്ടെന്ന് ദേഷ്യം വരില്ല. അല്ല, എനിക്ക് അങ്ങനെ പറയും, നിനക്ക് എന്ന് ദേഷ്യം വരുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്കെല്ലാം പേടി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഇപ്പൊ ഒരു സെയിങ് ഉണ്ട്, ബിവെയർ ഓഫ് ദ ഫ്യൂറി ഓഫ് എ പേഷ്യന്റ് മാൻ എന്ന് പറയും. അപ്പൊ എനിക്കങ്ങനെ പെട്ടെന്നൊന്നും ദേഷ്യം വരില്ല. സങ്കടം വരും, പെട്ടെന്ന് ഇമോഷണൽ ആവും. പക്ഷെ ദേഷ്യം എനിക്ക് പെട്ടെന്ന് വരില്ല. എൻ്റെ ഫാമിലിയിലുള്ളവർ, എൻ്റെ വീട്ടുകാർ ചോദിക്കും, പണ്ട് മൂക്കിൻ്റെ അറ്റത്തായിരുന്നു ദേഷ്യം. അപ്പം കല്യാണത്തിനൊക്കെ നിനക്ക് എങ്ങനെ ഇങ്ങനെ മാറാൻ പറ്റി? വിവാഹം ഒരു വലിയ സർവകലാശാലയായിരുന്നല്ലേ? ഒരുപാട്, എന്നും ജീവിതത്തെ പഠിപ്പിച്ചു. ലേണിംഗ് അല്ല, അങ്ങനെയല്ല, ഇറ്റ്സ് എ ലേണിംഗ് എക്സ്പീരിയൻസ് എവറി ഡേ. ഇപ്പോൾ വിവാഹമാണെങ്കിലും വിവാഹിതരല്ലാത്തവരായും എവറി ഡേ ഇറ്റ്സ് എ ലേണിംഗ് എക്സ്പീരിയൻസ്. ജോമോളുടെ ജീവിതത്തിന്റെ പല ഏടുകളും എനിക്ക് ഇതിനകത്ത് ഈ പിള്ളേരൊക്കെ ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുകയാണ്. ഞാൻ അങ്ങോട്ട് വരും. എന്താ കാരണം വെച്ചാൽ ജോമോളിന്റെ ഒരു ലൈഫ് ഹിസ്റ്ററി ആണല്ലോ ഇത്. എന്റെ കാലത്ത് ഇവിടെ വരുന്ന ആൾക്കാരുടെ സന്തോഷം എന്ന് വെച്ചാൽ അവരുടെ ജീവിതരേഖ മുഴുവൻ പൂർത്തിയാക്കിയേ വിടുന്നു. ഒരു ബാലതാരമായിട്ട് ഇപ്പം ഞാൻ നോക്കുമ്പോൾ ജോമോള് ഇപ്പം തിരുവമ്പാടി, അതിൽ കൂടത്തായി, വളരെ എന്താ പറയണ്ട, ഒരു അല്പം മാറി നിൽക്കുന്ന റിമോട്ട് ആയിരുന്നു. ഞാൻ ജനിച്ചതൊക്കെ കാലിക്കറ്റാണ്. എൻ്റെ ഫാമിലിയൊക്കെ, എൻ്റെ ഡാഡിയുടെ ഭാഗത്തൊക്കെ അവരാണ് ആ ഭാഗം. ഒരു കാർഷിക ബെൽറ്റാണത് ആയിരിക്കാം. പക്ഷേ ജോമോളുടെ അപ്ബ്രിംഗിങ് കോഴിക്കോടായിരുന്നു. ഞാൻ കാലിക്കറ്റ് ആയിരുന്നു. പക്ഷേ കാലിക്കറ്റ് ആണെങ്കിലും ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ലൈക്ക് യു റൈറ്റ്ലി സെഡ്, ഇപ്പം എൻ്റെ ഹസ്ബൻഡും അവരൊക്കെ ബോംബെയിൽ വളർന്നവരാണ്.
ഔട്ട്ലുക്കേ വ്യത്യാസമാണ്. എന്ത് കാര്യങ്ങളും വീട്ടിൽ തുറന്ന് സംസാരിക്കും. അങ്ങനെ നമ്മൾ കുറച്ചും കൂടെ, ഞാൻ ബേസിക്കലി ഒരു ഇൻട്രോവേർട്ടാണ്. ഞങ്ങൾ അപ്ബ്രിങ്ങിങ്ങിൻ്റെ കുഴപ്പമാണോ എന്താണെന്നറിയില്ല, നമ്മൾ ആ ഒരു നമ്മുടെ ഒരു കുറച്ച് ഒരു ഗ്രൂപ്പിൽ വളർന്ന് വീട്ടിൽ നിന്ന് സ്കൂളിൽ പോകുന്നു, സ്കൂളിൽ നിന്ന് തിരിച്ച് വീട്ടിൽ പോകുന്നു. അങ്ങനെ അല്ലാതെ ഇപ്പം ഞാൻ പറയും, എന്നോട് കാലിക്കറ്റിലെ വഴി, ഞാൻ 21 വയസ്സിൽ കല്യാണം കഴിച്ചു, 21 ഒഫീഷ്യലി തികഞ്ഞ ദിവസം. എന്നോട് കാലിക്കറ്റിലെ വഴികൾ അങ്ങോട്ട് പോകണം, ഇപ്പം എന്നോട് പറയാ നടക്കാവിൽ പോകുന്നതെന്ന് എവിടെയെന്ന് വെച്ചാൽ എനിക്ക് എങ്ങനെ പോകണ്ടെന്ന് അറിയില്ല. കാരണം എന്നെ എന്നും കൊണ്ടുവിടും. ഇപ്പം എനിക്ക് സ്കൂളിൽ നിന്ന് വീട്ടിലോട്ട് പോകുന്ന വഴിയും, വീട്ടിൽ നിന്ന് തിരിച്ച് സ്കൂളിലേക്ക് പോകുന്ന വഴിയും, വീട്ടിൽ നിന്ന് കോളേജിൽ പോകുന്ന വഴിയും, തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിയും അല്ലാതെ പിന്നെ പള്ളിയിൽ പോകുന്നത്, ആ ഒരു അങ്ങനത്തെ 1-2 കാര്യങ്ങളല്ലാതെ ഇനിയിപ്പം മാങ്കാവ് നടക്കാവ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞു, ഈ പറഞ്ഞ ജോമോളെ കുറിച്ച് ഇപ്പം ആൾക്കാർക്ക് ഒരു സങ്കല്പം എന്ന് പറഞ്ഞാൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ പറഞ്ഞ ഒരുപാട് പ്രശസ്തിയും ഫെയിമും മറ്റുമൊക്കെ വന്നു. അപ്പം അടിച്ചു പൊളിച്ച് ഒന്നുമില്ല. അങ്ങനെ ഒരു അടിച്ചു ഒരു പൊളിച്ച് കൂട്ടിലിട്ടിട്ടാണ് വളർത്തിയത്. കൂടിലിട്ടിട്ടല്ല വളർത്തിയത്, ഡെഫിനറ്റ്ലി കുറച്ചുകൂടെ വലിയൊരു കൂട്ടിലാണ്. അല്ല, വലിയ കൂടുതലൊന്നും അല്ലായിരുന്നു. എപ്പോഴും എൻ്റെ കൂടെ ആളുണ്ടാവുമായിരുന്നു, അല്ലെങ്കിൽ ഡാഡി അല്ലെങ്കിൽ മമ്മി. ഇപ്പം എന്നെ എവിടെയെങ്കിലും ഇപ്പം സ്കൂളിലോ കോളേജിലോ പോകണം, ഡാഡി പോയി ഡ്രോപ്പ് ചെയ്യും. സ്വന്തമായിട്ട് കറങ്ങി നടക്കാരെന്നുള്ള ഒരു അവസരം കിട്ടി ഇല്ല, അത് ഇപ്പോഴും ഇല്ല. ഇപ്പോഴും അവസരം കിട്ടിയിട്ടെന്നല്ല, ഇപ്പോഴും ഞാൻ അങ്ങനെ സ്വന്തമായി. ഇപ്പം ഞാൻ മാക്സിമം പോകുന്ന ഷെനയുടെ വീട്ടിലാണ്. നമുക്ക് 2-3 ഷെനയുടെ ഒരു ചോദ്യമുണ്ട്, അമ്മയുടെ ഒരു ചോദ്യമുണ്ട്, പിന്നെ ചന്തുവിന്റെ ഒരു ചോദ്യമുണ്ട്. 3 ചോദ്യങ്ങളുണ്ട്. ആ 3 ചോദ്യങ്ങൾ ഞാൻ എന്തുകൊണ്ടാണ് ബോധപൂർവ്വം വരാത്തതെന്ന് വെച്ചാൽ ആ ചോദ്യങ്ങൾ ഞാൻ മാറ്റി വെക്കുക. ഞാൻ വിചാരിച്ചു മറന്നുപോയി. ഇല്ലില്ല, ഒരിക്കലും പറ. 3 ചോദ്യം എൻ്റെ ഇവിടെ മിഡിൽ ഓഫ് പ്ലാങ്കട്ടിലെ സ്റ്റോറി അതിലേക്ക് ഞാൻ വരും. Okay. പക്ഷെ ബാലതാരമായിട്ട് വരുന്നു, അവിചാരിതമായിട്ടാണ് വന്നത് അല്ലേ? അവിചാരിതമായിട്ടാണ്. എങ്ങനെ ആ ആകസ്മികത സംഭവിച്ചത്? ഞാൻ LKG പഠിക്കുന്ന സമയം പ്രസന്റേഷൻ ഹൈസ്കൂൾ കാലിക്കറ്റിൽ. അപ്പോൾ അവിടെ ചിത്രാഞ്ജലി എന്ന് പറഞ്ഞൊരു നഴ്സറി പിള്ളേർക്കുള്ള ഒരു ഫെസ്റ്റ് ഉണ്ട്. ഓൾ കേരളയാണോ കാലിക്കറ്റിൽ ഉള്ളതാണോന്ന് എനിക്ക് ഓർമ്മയില്ല. അതിനകത്ത് 9 ഫസ്റ്റും 1 സെക്കൻഡും എനിക്ക് കിട്ടിയത്. അപ്പോൾ അന്ന് അതിൻ്റെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ നടത്തിയത് PVG അങ്കിളാണ്. PVG അങ്കിളാണ്. അപ്പം എനിക്ക് തോന്നുന്നു അങ്കിൾ ഇങ്ങനെ നോക്കിയപ്പം ഒരേ ആള് തന്നെ പല പ്രാവശ്യം വീണ്ടും വന്നുകൊണ്ടിരിപ്പുണ്ട്. പാർട്ടിസിപ്പേറ്റ് ചെയ്ത് 10 ഐറ്റത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അതിൽ 9 എണ്ണത്തിൽ ഫസ്റ്റും 1 എണ്ണത്തിൽ സെക്കൻഡ് ആയിരുന്നു. അങ്ങനെ ആ സമയത്ത് വടക്കൻ വീരഗാഥയുടെ ഓഡീഷൻ നടക്കുന്നുണ്ടായിരുന്നു പോലും. അപ്പം ഇത് കഴിഞ്ഞ ഉടനെ, പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞ ഉടനെ അങ്കിള് ഡാഡിയുടെയും മമ്മിയുടെ അടുത്ത് ചോദിച്ചു, ഇങ്ങനെ ഒരു ഓഡിഷൻ നടക്കുന്നുണ്ട്, കുറച്ച് കുട്ടികളെ വേണം, അതിന് മോളെ എടുക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പം അന്ന് എന്താണ് ഒന്നും അറിയില്ല. അപ്പോൾ ശരി എന്ന് പറഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞിട്ട് 2 കൊല്ലം കഴിഞ്ഞിട്ട് ഞാൻ 2nd സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴാണ് വടക്കൻ വീരഗാഥ സംഭവിക്കുന്നത്. അങ്ങനെയാണ് സിനിമയിലേക്ക് വന്നത്. ഹരിഹരൻ സാറൊക്കെ ഞാൻ സെറ്റിലൂടെ നടന്ന കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഇന്ന് ഞാൻ എങ്ങനെ അങ്ങനെ, കാരണം ഭയങ്കര ഫ്രീ ആയിരുന്നു സാറിന്റെ മടിക്കറി. MT സാറ്, PVG അങ്കിൾ, ഇവരുടെ ഒന്നും സൊസൈറ്റിയിലുള്ള പൊസിഷൻ ഒന്നും നമുക്ക് അറിയില്ലല്ലോ. സാറിന്റെ മടിക്കറി ഇരിക്കും, കുറച്ച് കഴിയുമ്പോഴത്തേക്കും എന്താ പറയുക, MT അങ്കിളിൻ്റെ കൂടെ പോകും, പിന്നെ PVG അങ്കിളിൻ്റെ കൂടെ പോകും. അന്ന് എനിക്ക് കാത് കുത്തിയിട്ടുണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല. അപ്പം എനിക്ക് അങ്ങനത്തെ കമ്മലുകളൊന്നും ഇടാൻ പറ്റില്ല. സാറിൻ്റെ അടുത്ത് ധൈര്യമായിട്ട് ചെന്ന് ചോദിച്ചിട്ട് എനിക്ക് പ്രസ് ബട്ടണിലുള്ള കമ്മൽ വേണം, എനിക്ക് അല്ലാത്ത കമ്മൽ ഇടാൻ പറ്റില്ല. ഓക്കെ, നോ പ്രോബ്ലം. ഇന്ന് ആണെങ്കിൽ സാറിൻ്റെ അടുത്ത് അങ്ങനെ പോയി ചോദിക്കാൻ എനിക്ക് മുട്ട് വിറയ്ക്കും. അന്ന് ഒരു ഇൻഹിബിഷനും ഇല്ല, ഒട്ടും ഇൻഹിബിറ്റഡ് ആയിരുന്നു. ആയിരിക്കും. ഞാൻ അങ്ങ് പാറി പറന്ന് എല്ലാവരുമായിട്ട് അടി ഉണ്ടാക്കി ഒക്കെ നടക്കുമായിരുന്നു. വിനീതായിട്ട് അവിടെ അടിയുണ്ട്. ബാക്കി കൂടെ ചോദിക്കും, 6-7 വയസ്സേ ഉള്ളൂ അല്ലേ, ഒക്കെ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്ന ആളായിരുന്നു. ശരി, ചോദിക്കട്ടെ, ഈ രംഗങ്ങളൊക്കെ കാണുമ്പോൾ എങ്ങനെയുണ്ട് ജോമോൾ, എന്ത് തോന്നുന്നു? വലിയൊരു നൊസ്റ്റാൾജിയ അല്ല, ഭയങ്കര ചമ്മലാണ്. കാരണം ഞാൻ പടം കണ്ടിട്ട് ഞാൻ ഇപ്പൊ കാണുമ്പോൾ ഞാൻ പറയും, ഈ പടത്തിൽ ഞാൻ മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ, ബാക്കി എല്ലാവരും നാച്ചുറൽ ആയിരുന്നു. ഞാൻ മാത്രമാണ് ഒരുപാട് അഭിനയിച്ചത്, ബാക്കി എല്ലാവരും നാച്ചുറൽ ആയിട്ടാണ് അഭിനയിച്ചത്. ആ ഓർമ്മയൊക്കെ ഉണ്ടോ ഇപ്പം കൃത്യമായിട്ട് അഭിനയിച്ചും? ഇത് ഓർമ്മയുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞിട്ട് ചെല്ലുന്നൊരു വീട്ടിലൊരു കുറച്ച് സ്പീഡ് ഡാൻസും ഒക്കെ ഉണ്ട്, അതൊക്കെ ചെറുതായിട്ട് ഓർമ്മയുണ്ട്. സുകുമാരിയമ്മയുടെ ഓർമ്മയുണ്ട്, സീൻ എടുത്തത് ഓർമ്മയുണ്ട്, പിന്നെ വിനീതായിട്ട് അടി ഉണ്ടാക്കണത് ഓർമ്മയുണ്ട്. ആണോ? ശരി, ആ പകരെ കൊണ്ടുവരുന്നത്. ഹായ് ജോമോൾ, അനഘ എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിംഗ് കാലഘട്ടത്തിലാണ്. വടക്കൻ വീരഗാഥ ഇൻ്റർവ്യൂ കഴിഞ്ഞു. വടക്കൻ വീരഗാഥ സിനിമ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ ബാബു, PRS ബാബു എന്ന പേരിൽ അദ്ദേഹം അനഘ എന്ന് പറയുന്ന സിനിമയിൽ. അപ്പോൾ ആ സെറ്റിൽ പല ദിവസങ്ങളിലും എനിക്ക് ജോമോളോട് ഒരു കുറുമ്പും അസൂയൊക്കെ വരുമായിരുന്നു. കാരണം ജോമോൾ ഒരു സീൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ സംവിധായകൻ്റെ അടുത്ത് പറയും,
എനിക്ക് ചോക്ലേറ്റ് വേണം, അടുത്ത സീൻ ചെയ്യണമെങ്കിൽ ചോക്ലേറ്റ് വേണം എന്ന് പറയും. അങ്ങനെ ജോമോളുടെ ഈ വാശി പെട്ടെന്ന് തന്നെ ആ സീൻ തീരുമ്പോൾ തന്നെ അപ്പോഴേക്കും ചോക്ലേറ്റ് വരും, ജോമോൾ ചോക്ലേറ്റ് കഴിക്കും. അപ്പോൾ സിമ്പതിയുടെ പുറത്ത് ചിലപ്പോൾ ഒരു കഷ്ണമൊക്കെ എനിക്ക് തന്നാലായി. അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടം. അത് കഴിഞ്ഞിട്ടാണ് വീണ്ടും വടക്കൻ വീരഗാഥ എന്ന് പറയുന്ന സിനിമയുടെ സെറ്റിലെത്തുന്നത്. വടക്കൻ വീരഗാഥയിൽ ഒരുപാട് ബാലതാരങ്ങളുണ്ട്, നിരവധി ബാലതാരങ്ങൾ. അപ്പോൾ ആ സെറ്റിൽ വെച്ചിട്ട് പല ദിവസങ്ങളായി ഷൂട്ടിംഗ് നടക്കുന്നു. ചന്തുവായിട്ട് ഞാൻ അഭിനയിക്കുന്നു, ചന്തുവിൻ്റെ കുട്ടിക്കാലം. മമ്മൂക്കയുടെ ചെറുപ്പമായിട്ട്, മാധവി മാഡം ചെയ്ത ഉണ്ണിയാർച്ചയുടെ ചെറുപ്പമായിട്ട് ജോമോളുണ്ട്. അങ്ങനെ ഞങ്ങളുടെ കാസ്റ്റിംഗ് കഴിഞ്ഞ് പല ദിവസങ്ങൾ ഷൂട്ടിംഗ് നടക്കുമ്പോൾ നാളെ എന്താണ് എടുക്കാൻ പോകുന്നതെന്ന് നമുക്ക് തലേന്ന് അറിയില്ല. അങ്ങനെ ഒരു ദിവസമാണ് നാളെ നമ്മുടെ കല്യാണമാണ് എന്നുള്ള കാര്യം ഞാൻ അറിയുന്നത്. അത് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സംഭവം അത് തമാശയ്ക്ക് പറയുന്നതാണ് സെറ്റിൽ എന്നൊക്കെയാണ് വിചാരിച്ചത്. പിന്നെയാണ് ഷൂട്ടിംഗ് ഡേ വന്നപ്പോഴാണ് ഈ പറയുന്ന രീതിയിൽ ഞാൻ താലി കെട്ടേണ്ട ഒരു സീൻ വരുന്നുണ്ട്. അപ്പോൾ അന്ന് ഞാനും ഒരു സ്കൂൾ കാലഘട്ടത്തിലാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അതെന്നെ പേടിപ്പിച്ചൊരു ദിവസമായിരുന്നു. കാരണം താലി കെട്ടിയാൽ ഭാര്യയാവും എന്ന് വിശ്വസിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഞാൻ താലി കെട്ടി, ഇനി ഈ ജോമോളാണോ എൻ്റെ ഭാര്യയായിട്ട് ആയുഷ്കാലം മുഴുവൻ വേണ്ടതെന്നുള്ളൊരു പേടി അന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ താലി കെട്ടുന്ന സീനായപ്പോൾ ഞാൻ കെട്ടില്ല, പകരം ഇങ്ങനെ വെക്കുകയുള്ളൂ എന്നുള്ള ഒരു പ്ലാനിലൊക്കെ ആയിരുന്നു ഷൂട്ടിങ്ങിൻ്റെ ലൊക്കേഷനിലൊക്കെ ചെന്നത്. പക്ഷേ ആ സീൻ കഴിഞ്ഞു. സുകുമാരി അമ്മ ഉണ്ടായിരുന്നു അന്ന് നമ്മുടെ കൂടെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഘട്ടം. ആക്ച്വലി ഇങ്ങനെ ഒരു പ്രോഗ്രാമിലൂടെ ഇത്രയും കാര്യങ്ങൾ ജോമോളോട് ഷെയർ ചെയ്യാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം, പ്രേക്ഷകരോട് ഷെയർ ചെയ്യാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം. ജോമോളുടെ അടുത്ത് ഒരു കാര്യം ഞാൻ ചോദിക്കാം. ഈ കാലഘട്ടങ്ങളിൽ, ഇങ്ങനെ പല കാലഘട്ടങ്ങളിലൂടെ ഞാൻ ജോമോളെ കണ്ടതുകൊണ്ട് തന്നെ, ഏത് കാലഘട്ടമാണ് ജോമോളുടെ ലൈഫിലുള്ള ഏറ്റവും സുന്ദരമായ കാലഘട്ടം? ജോമോളെ, ഈ വിദ്വാൻ എത്രയോ ദിവസം പേടി സ്വപ്നം കണ്ടു. അതായത് ഈ കുട്ടി തലയെ കുടുങ്ങുമെന്ന് പേടിച്ചിട്ടാണ് മൂപ്പർ കഴിഞ്ഞത്. താലി കെട്ടിപ്പോയി, തലേന്ന് പോകുമോ? എനിക്ക് പക്ഷെ ആ ഒരു സീരിയസ്നെസ് ഒന്നും ഉണ്ടായിരുന്നിട്ടില്ലായിരുന്നു. എനിക്കതൊന്നും പാവം, ഞാൻ ഒരുപാടിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. കഷ്ടം തോന്നുന്നു എനിക്കിപ്പോ ആലോചിക്കുമ്പോ. ഇതിനു മുമ്പ് ഒരു ഷോ, അല്ല ഇപ്പോഴും ആ ഷോക്കിൽ നിന്ന് മോചനായിട്ടില്ല. എന്റെ നെയ്ബറാണ്. അതെ, എന്റെ നെയ്ബറാണ്. കഷ്ടം. അല്ല ഇത് പറയുമ്പോഴുണ്ടല്ലോ എങ്ങാനും അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഭാവമാണ്. ഒരു സുനാമിയിലൊക്കെ സുനാമി വരാൻ പോയിട്ട് രക്ഷപ്പെട്ട് ഓടിയൊരു ഫീൽ. ഇതാണ് മറ്റേ വിനീത് പറഞ്ഞത്, കണ്ടോ? അതെ, വെച്ച് ഉടനെ കൈ വേറെ ആരുടെങ്കിലും തലയിലായിക്കോട്ടെ, സൂര്യ എടുത്തോ. കഷ്ടം. എനിക്ക് തോന്നുന്നു ജോമോളെ, നിങ്ങളുടെയൊക്കെ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് ഇതുപോലുള്ള കുറെ സൗഹൃദങ്ങളും കുറെ ഓർമ്മകളാണ്. അദ്ദേഹം ചോദിച്ചു, വിനീത് ചോദിച്ചൊരു ചോദ്യമുണ്ട്, അവൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഏറ്റവും സന്തോഷപ്രദമായ ഒരു കാലഘട്ടം തിരിഞ്ഞു നോക്കുമ്പോൾ എന്തായിരുന്നു? ഇപ്പോഴത്തെ കാലഘട്ടമാണ്. ഇപ്പോഴത്തെ ഞാൻ എന്നും ആഗ്രഹിച്ചിരുന്നത്, കല്യാണം കഴിക്കുന്നതിന് മുമ്പും ഞാൻ ചന്തുവിൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത്, എനിക്ക് കല്യാണം കഴിഞ്ഞ് വീട്ടമ്മയായി മക്കളെ നോക്കി വീട്ടിലെ കാര്യങ്ങൾ നോക്കി എനിക്ക് അങ്ങനെ ജീവിക്കാനാണ് ഇഷ്ടം. ഒരു സെറ്റിൽ ചെയ്ത് ദൈവം അനുഗ്രഹിച്ച് ഇങ്ങനെ ജീവിക്കാനാണ് എനിക്കിഷ്ടം. ആ കാലഘട്ടത്തൊക്കെ ആയിരുന്നപ്പം പഠിക്കേണ്ട ടെൻഷൻ, പരീക്ഷയുടെ അന്നൊക്കെ അതാണല്ലോ നമ്മുടെ ഏറ്റവും വലിയത്. ക്ലാസ് ടെസ്റ്റ് നടന്ന് തിരിച്ച് വീട്ടിൽ പേപ്പർ കൊണ്ടുപോകുന്ന ടെൻഷൻ. അപ്പോൾ പേപ്പർ കൊണ്ടുപോകുമ്പോൾ ബാക്കി ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞു, നമുക്ക് മാർക്ക് കുറവാണെങ്കിൽ അവരുടെ മാർക്കും കുറച്ച് പഠിപ്പിച്ച് വയ്ക്കും. എൻ്റെ വീട്ടിൽ നിന്ന് ചോദിക്കുകയാണെങ്കിൽ എൻ്റെ മാർക്ക് ഇത്രയെന്ന് പറയണേ എന്ന്. അങ്ങനെ ആ പരീക്ഷയുടെ ടെൻഷനായിരുന്നു. ആ ഒരു പരീക്ഷ, പഠിത്തം, ഓരോ കാലഘട്ടത്തിൽ ഓരോ ടെൻഷനുകൾ. ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ പ്രഷറുകളൊന്നുമില്ല. ഇപ്പൊ പിള്ളേരെ പേടിപ്പിക്കുക മാത്രമല്ല, അവർക്ക് പ്രഷർ കൊടുക്കാൻ, അവർക്കാണ് ടെൻഷൻ. ഈ ചെറിയ പ്രായത്തിലെ ഒരുപാട് പ്രശസ്തി, ഗ്ലാമർ, അന്ന് സത്യം പറഞ്ഞാൽ ഇതൊന്നും ഞാൻ എൻജോയ് ചെയ്തിട്ട് അല്ല, റിയലൈസ് ചെയ്തിട്ടുണ്ടോ അന്ന് ഇതൊന്നും ഞാൻ എൻജോയ് ചെയ്തിട്ടില്ല. ഇവരുമായിട്ടുള്ള തല്ല്, വഴക്ക്, ഷൂട്ട് ഒക്കെ ഒരു ഇന്ന് പക്ഷെ തിരിഞ്ഞു നോക്കുമ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ അതൊന്നും എൻജോയ് ചെയ്യാൻ പറ്റാത്തതിന്റെ ഒരു വൈകല്യം. ഒരുപക്ഷെ ആ ഫെയിമും ആ പ്രശസ്തിയും ഒക്കെ വേണമെങ്കിൽ ആ കാലഘട്ടത്തിൽ കുറച്ചും കൂടി സന്തോഷം പ്രദാനം ചെയ്യേണ്ടതായിരുന്നു. പക്ഷെ അതിനെക്കുറിച്ചൊരു ബോധം ഉണ്ടായിരുന്നു. അന്നൊരു ബോധം ഉണ്ടായിരുന്നില്ല. ആ ഒരു ഏജ് അങ്ങനെയായിരുന്നു. ഓർമ്മകളുണ്ട്. കാരണം ഇപ്പൊ ഈ കാണിച്ച സീനും ഇതെല്ലാം എനിക്ക് ഓർമ്മയുണ്ട്. എൻ്റെ ഓർമ്മയിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഉണ്ട്. പക്ഷേ അന്ന് ഇതൊന്നും അങ്ങനെ ഇത്രയും എൻജോയ് ചെയ്തിട്ടില്ല. ഒരു റോൾ കൂടെ കാണിച്ചു, അനഘ അല്ലേ? അനഘ അന്ന് നന്നായി പഠിക്കുന്ന രംഗമൊക്കെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഇതൊന്നും നമ്മുടെ ലൈഫായിട്ട് ബന്ധമുണ്ടായിരുന്നു. അത്യാവശ്യം പഠിക്കുമായിരുന്നു. ഈ സിനിമയുടെ ഇടയ്ക്കൊക്കെ പഠിക്കാനുള്ള ഒരു അവസരം ഉണ്ടായി. സ്കൂള് സിനിമയിലേക്ക് വന്നു കഴിഞ്ഞ് പിന്നെ തിരിച്ച് കോളേജിൽ പോകുമ്പോഴൊക്കെ ആ ഒരു ടച്ച് വിട്ടെങ്കിലും ഞാൻ കുറച്ച് സ്ട്രഗിൾ ചെയ്തിരുന്നു. നമുക്ക് നമ്മളൊരു ഷൂട്ടെല്ലാം കഴിഞ്ഞ് തിരിച്ച് വന്ന് കഴിയുമ്പോഴത്തേക്ക് പിന്നെയും ബാക്ക്ലോഗ് ആയിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ട്. അതെല്ലാം വായിച്ച് പഠിക്കാം. പക്ഷേ
ഞാൻ 10 വരെ ഒരുവിധം നന്നായി പഠിച്ചിരുന്ന ഒരു കുട്ടിയാണ്. കോളേജിലേക്ക് വന്നപ്പോൾ യെസ്, സിനിമയുടെയും തിരക്കുകളിലേക്ക് കാരണം അത്രയും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ എന്നാലും ബാലതാരത്തിൽ നിന്ന് പിന്നെ ജോമോളെ ഒരു നല്ലൊരു നടിയിലേക്കുള്ള ഒരു രൂപപരിണാമം. ഒരുപക്ഷെ പല ആൾക്കാരും ബാലതാരമായി വന്ന് ഫേഡ് ഔട്ട് ചെയ്യുന്നു. ചിലർ വേണമെങ്കിൽ വേറെ കുടുംബ സാഹചര്യങ്ങളൊക്കെ മാറി അങ്ങോട്ട് പോകും. പക്ഷേ എന്തോ ജോമോളുടെ ലൈഫിൽ അത് പക്ഷേ ഒരു ഡിറ്റർമിനേഷൻ ആയിരുന്നു. അതായത് സിനിമയിലേക്ക് വരണം. ആരായിരുന്നു? ഡാഡി ആയിരുന്നോ, മമ്മി ആയിരുന്നോ? ഇല്ല, ആരുടെ കയ്യിൽ നിന്ന് അങ്ങനെ പേരൻസിന്റെ കയ്യിൽ നിന്നും അങ്ങനെ ഒരു അവരുടെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം എനിക്ക് തോന്നിയിട്ടില്ല. കാരണം പിന്നെ കംപ്ലീറ്റ് ആയിട്ട് പഠിത്തം ആയിരുന്നു. 10th കഴിഞ്ഞു നേരെ പ്രോവിഡൻസിൽ ചേർന്നു. അന്ന് ഞാൻ സയൻസും മാത്സും കൂടെ എടുത്തിട്ടായിരുന്നു ഇരുന്നത്. അപ്പൊ ആ സമയത്ത് ഒന്നിലും എഞ്ചിനീയർ ആകണമല്ലോ, ഡോക്ടറാണ്. അന്ന് അങ്ങനെ ആയിരുന്നല്ലോ, ഡോക്ടർ അല്ലേ എഞ്ചിനീയർ. അതുകൊണ്ടാണ് മാത്സും കൂടെ ചേർത്ത് വെച്ചത്. അതെ, മാത്സും കൂടെ ഓപ്ഷണൽ എടുത്തു. അപ്പൊ ഡോക്ടർ, അതിപ്പോ നമ്മുടെ ആഗ്രഹം കൊണ്ടല്ല, ഡോക്ടർ അല്ലെങ്കിൽ എഞ്ചിനീയർ ആവണം. മകൾ എന്താണ്? ഡോക്ടർ അല്ലെ എഞ്ചിനീയർ. നമ്മളോട് ചോദിക്കുക എന്താണ്? ഡോക്ടർ അല്ലെ എഞ്ചിനീയർ. അല്ലാതെ അതിൽ താന്നിപ്പം കൊമേഴ്സ് ഒക്കെ എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇന്ന് എന്തൊക്കെ അതിനുള്ള സാധ്യതകളുണ്ട്. അന്ന് കൊമേഴ്സ് ഒക്കെ എടുക്കാന്ന് പറഞ്ഞാൽ കൊമേഴ്സ് ഓക്കെ, മറ്റേത് രണ്ട് കിട്ടാത്തവരാണ് എക്കണോമിക്സും കൊമേഴ്സ് ഒക്കെ എടുക്കുന്നതെന്നൊക്കെ വിചാരിക്കുന്നത്. ആ ഒരു കാലഘട്ടമായിരുന്നു. അതുകൊണ്ട് സയൻസും മാത്സും ഇഷ്ടമുണ്ടോ ഇല്ലയോ, സയൻസും മാത്സും എടുക്കുന്നു. അങ്ങനെ കോളേജിൽ പോയി ഒരു ദിവസം അന്ന് PV അങ്കിളായിട്ട് ടച്ചിലുണ്ടായിരുന്നു. എനിക്കിപ്പോൾ 10th ആ സമയത്ത് ഡിസ്റ്റിങ്ഷൻ എല്ലാം കിട്ടിയ സമയത്ത് അങ്കിള് വീട്ടിൽ ബുക്കെയും എല്ലാം കൊടുത്തു വിട്ടിരുന്നു. അത് കഴിഞ്ഞ് ഒരു ദിവസം ഇങ്ങനെ അങ്കിളുടെ ഓഫീസിൽ നിന്ന് ഹരിഹരൻ സാറിൻ്റെ കോൾ പെട്ടെന്ന് വീട്ടിലേക്ക് വന്നു. എത്രയോ കാലങ്ങൾക്ക് ശേഷം അങ്കിളുടെ കോൾ വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു ഓഡിഷൻ നടക്കുന്നുണ്ട്, എവിടെയുണ്ട് എന്താണെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാനിവിടെ കാലിക്കറ്റിലുണ്ട്, നിങ്ങൾ കാണാൻ വരുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ കോളേജ് വിട്ടിട്ട് എന്നെ കൂട്ടാൻ ഡാഡി വന്ന സമയത്ത് ഡാഡി പറഞ്ഞു ഹരിഹരൻ സാറും PV അങ്കിളുണ്ട്, നിന്നെ കാണണമെന്ന് പറഞ്ഞു, നമുക്കത് കാണാം എന്തോ പടത്തിന്. ഞാൻ പറഞ്ഞു ഞാനില്ല ഇനിയിപ്പം സയൻസും മാത്സും ഞാനില്ല എന്ന് പറഞ്ഞു. അന്ന് സാരമില്ല, നമുക്ക് സാറിൻ്റെ അടുത്ത് നേരിട്ട് പോയി പറയാം. അങ്ങനെ ഞങ്ങൾ പോയി കണ്ടു. ഞാൻ പോയി കണ്ട സമയത്തും എനിക്ക് തോന്നുന്നു അന്ന് വിനീതെല്ലാം ഉണ്ടെന്ന് തോന്നുന്നു അവിടെ. പോയി കണ്ടു, സാറിൻ്റെ അടുത്തിരുന്നു, വർത്താനം പറഞ്ഞു, കുറേ നേരം ഇരുന്ന് പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞു എല്ലാം. അന്ന് സാർ എന്നിട്ട് സിനിമയുടെ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല, അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും പറഞ്ഞു. ഇങ്ങനെ ഞങ്ങൾ സിനിമ തുടങ്ങുന്നു, പുതിയ മുഖങ്ങളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നെല്ലാം പറഞ്ഞ് ഞങ്ങളിങ്ങനെ എല്ലാം വർത്താനമൊക്കെ പറഞ്ഞ് എന്താണ് കോളേജ്, എന്ത് പഠിക്കുന്നു എന്നല്ല എന്ത് പഠിക്കുന്നു എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഇറങ്ങാറായപ്പോൾ ഞാൻ ഇറങ്ങട്ടെ സാർ എന്ന് പറഞ്ഞപ്പോൾ അപ്പം നമുക്ക് ചെയ്യല്ലേ. അപ്പം ഞാൻ ചോദിച്ചു എന്താ പടം ചെയ്യല്ലേ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു അയ്യോ സാറിൻ്റെ അടുത്തല്ലേ ഇത്രയും പറഞ്ഞത്, ക്ലാസ് ഉണ്ട്, ട്യൂഷൻസ് ഉണ്ട്, അതൊന്നും കോംപ്രമൈസ് ചെയ്യണ്ട, ട്യൂഷൻസിനൊക്കെ പോയിക്കോളൂ, അത് കഴിഞ്ഞിട്ട് വന്നാൽ മതി. ഇപ്പോൾ 8:30 വരെ ട്യൂഷൻ ഉണ്ടെങ്കിൽ 8:30 വണ്ടി വരുള്ളൂ, 8:30 വന്നിട്ട് ഷൂട്ട് ചെയ്തിട്ട് പോയാൽ മതി. ബാക്കി എല്ലാം അങ്ങനത്തെ സ്കൂളിൽ കോളേജിൽ പോകേണ്ട ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾക്കൊക്കെ ഞങ്ങൾ ലീവ് തരാം, പോയിട്ട് അങ്ങനെ പോയി ചെയ്തോളൂ, അഭിനയിക്കല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. നോക്കുമ്പം വടക്കൻ വീരഗാഥയിലുള്ള അതേ ആളുകൾ, അതേ ടീം, എന്നാൽ ശരി ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങ് ചെയ്തു. അന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല ഒരുപാട് ഓഡിഷൻസൊക്കെ സാറ് നടത്തിയിട്ട് എൻ്റെ വിചാരം ഇതെനിക്ക് അങ്ങനെ എളുപ്പത്തിൽ കിട്ടും. നമുക്കൊരു കാര്യം എളുപ്പത്തിൽ കിട്ടുമ്പോൾ ചിലപ്പോൾ നമുക്ക് അതിൻ്റെ വാല്യൂ അറിയില്ല. ഓക്കെ സാർ വിളിച്ചു, അഭിനയിച്ചു. അത് കഴിഞ്ഞ് അഭിനയിച്ചപ്പോഴും ഓക്കെ, പടം MT സാറിൻ്റെ പടം, ഹരിഹരൻ സാറിൻ്റെ പടം. അപ്പോൾ എല്ലാവരും വരുന്നു, പുതിയ പത്രങ്ങൾ വരുന്നു, അത് വരുന്നു, ഫോട്ടോസ് എടുക്കുന്നു, കവർ പേജ് വരുന്നു. അപ്പോൾ നമ്മൾ ആ ഒരു ട്രാക്കിലേക്ക് സഡൻലി വീണുപോയി. എന്നാലും ഇതിൻ്റെ ഒരു വില ഞാൻ അപ്പോഴും അറിഞ്ഞിരുന്നില്ല. പടം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ വളരെ എൻജോയ് ചെയ്ത് 60 ദിവസം ഷൂട്ട് ചെയ്തൊരു പടം, വളരെ എൻജോയ് ചെയ്ത്. കാരണം എല്ലാം പുതുമുഖങ്ങളാണ് ചെയ്തൊരു പടം. നമ്മൾ തന്നെ ഡബ് ചെയ്തു. പടം ഇറങ്ങിയതിൻ്റെ പിറ്റേ ദിവസം അവാർഡ് ഡിക്ലെയർ ചെയ്തു. പിന്നെയാണ് ഈ പടത്തിനെ കുറിച്ചുള്ള ഇമ്പോർട്ടൻസും ആളുകൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നതും ഇതെത്ര പേരുടെ ഓഡിഷൻ കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്നതെന്ന് പിന്നീടാണ് ഞാൻ അറിയുന്നത്. അപ്പോഴാണ് അതിൻ്റെ ഒരു വില കാരണം നമുക്ക് എന്ത് സിനിമയുടെ ഒരു ഇമ്പാക്ട് മനസ്സിലായിരുന്നില്ല. അഭിനയിച്ചപ്പം എനിക്ക് മനസ്സിലായിരുന്നില്ല ഇതെങ്ങനെ വരും. ഹരിഹരൻ സാറിന്റെ പടം ഓക്കെ, പക്ഷെ ഞാൻ നോക്കിയപ്പോൾ വടക്കൻ വീരഗാഥയെ പോലെ ഒരു ടീമാണ്, പക്ഷെ സെറ്റ് പോലെ അത്രയും ഒരു റിച്ച് അല്ല, അങ്ങനെ ഒരുപാട് ആളുകളില്ല. എന്താ സാർ ഉദ്ദേശിക്കുന്ന ഇതിനകത്ത് ഒന്നും എനിക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു. MT സാറ് വരും, ഹരിഹരൻ സാർ വരും, PV അങ്കിൾ വരും. വളരെ ഒരു വീട്ടിൽ തന്നെ ഒരു മുറി 2 മുറിയായിട്ട് ഷൂട്ട് ചെയ്യുന്നു. പിന്നെ ചഞ്ചൽ വരുന്നു, ചഞ്ചൽ ഒത്ത് ഞങ്ങൾ ഷൊർണൂർ പോകുന്നു, അവിടെയും കുറേ ദിവസം അതൊരു കാട്ടിൽ. എനിക്കപ്പം എന്താണ് സംഭവം എന്ന് മനസ്സിലായില്ല, പക്ഷെ അഭിനയിച്ചു. അത് കഴിഞ്ഞ് പടം ഡബ് ചെയ്തപ്പോഴും ഓക്കെ,
പടം ഇറങ്ങിക്കഴിഞ്ഞ ആളുകൾ പറഞ്ഞപ്പോഴാണ് ദൈവമേ ഞാൻ എന്തായിരുന്നു അഹങ്കരിച്ചിരുന്നതെന്ന് വെച്ചാൽ ഇത്രയും വില കൊടുക്കാതെ ഇരുന്നത് എന്നുള്ളത് വലിയൊരു മനസ്താവായി ആയി. കാരണം അത് കഴിഞ്ഞിട്ട് ഇന്നും എൻ്റെ മനസ്സിനോട് ഏറ്റവും ചേർന്ന് കിടക്കുന്ന ഒരു മൂവിയാണ്. ഈ സിനിമ ജോമോളുടെ ജീവിതത്തിൽ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി. ഒരുപാട് ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും ഞാൻ അതേ ഇൻറ്റൻസിറ്റിയോട് കൂടി തന്നെയാണ് ഇപ്പോഴും ഞാനത് പറയുന്നത്. ഒരുപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് എക്സ്പ്രസ് ചെയ്യാൻ പോലും പറ്റില്ല. ഞാൻ ഹരിയൻ സാറിൻ്റെ അടുത്ത് സംസാരിച്ചപ്പോഴും ഞാൻ സാറിൻ്റെ അടുത്ത് അതാ പറഞ്ഞത്. ഞാൻ പറഞ്ഞു, സാർ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടമായി പോയേനെ അന്ന് ഞാൻ ആ പടം ചെയ്തിരുന്നില്ല. സാറിൻ്റെ അടുത്ത് ഞാൻ തുറന്ന് പറഞ്ഞു. അന്ന് സാറ് ചോദിച്ചപ്പോഴൊന്നും എനിക്ക് ഇത്രയും ഇങ്ങനെയാണ് അത് ടേൺ ഔട്ട് ചെയ്യുക എന്നുള്ളത് ഞാൻ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തതില്ല. ഇത്രയും സാറും എല്ലാവരും അതിൻ്റെ പുറകിൽ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്ത് ഒന്നും എനിക്കറിയില്ല. നമുക്കൊരു സാധനം ഈസി ആയിട്ട് കിട്ടുമ്പോൾ ഞാൻ പറയില്ലേ, നമുക്ക് അതിന്റെ വില അറിയാം, വില മനസ്സിലാവും. അതിനുശേഷം ആ പടം എനിക്ക് ഒരുപാട് എന്താ പറയാ പ്രശസ്തിയുടെ പടവുകളിൽ ആളുകൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഇന്നും ആളുകൾ. അപ്പം ജോമോളപ്പം പ്രൊവിഡൻസിലാണ്. ഞാൻ പ്രൊവിഡൻസില്. എന്താ അവിടെ എത്തുമ്പോൾ സ്റ്റാർ അട്രാക്ഷൻ ആയ? സത്യം പറഞ്ഞാൽ ഉയർന്നോ? എനിക്ക് അത് ഇല്ല, അത്ര ഇത് അഭിനയിച്ചു കഴിഞ്ഞപ്പോൾ അത്ര ഒരു പോപ്പുലാരിറ്റി ഷൂട്ടിങ്ങിന്റെ സമയത്ത് വന്നില്ല. 1-2 ചിത്രഭൂമികൾ അങ്ങനെയുള്ള മാഗസീനിൽ മാത്രമേ ഇറങ്ങുള്ളൂ. പടം ഇറങ്ങിക്കഴിഞ്ഞ് ഒന്നിനു പുറകെ നന്നായിട്ട് അവാർഡ് എല്ലാം കൂടെ ഡിക്ലെയർ ചെയ്ത് പിന്നെ അങ്ങ് ലെവൽ അങ്ങ് മാറി. ഇല്ല, ഞാനെപ്പോഴും ഗ്രൗണ്ടഡ് ആയിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എൻ്റെ ഒരു പക്ഷേ കോളേജിലുള്ള സമവാക്യങ്ങൾ മാറി. ആളുകൾക്കൊക്കെ പിന്നെ കാണുമ്പോൾ കൂടെ പഠിച്ചവരൊന്നുമല്ല, പിന്നെ വെളിയിൽ നിന്നൊക്കെ ആളുകൾ കാണുമ്പോൾ നമ്മളെ ഒരു ഓക്കെ ഫൈൻ നമ്മളോടൊരു ബഹുമാനം നമ്മളോടൊരു ബഹുമാനം ഉണ്ട്. പെട്ടെന്ന് അല്ല, നമ്മൾ വിചാരിച്ച പോലെ ചില്ലറക്കാരി അല്ല, 1-2 അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നുള്ള ആ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. ദേശീയ ജൂറിയുടെ പ്രത്യേക പരാമർശം, സംസ്ഥാന ബഹുമതി, നാഷണൽ സ്പെഷ്യൽ മെൻഷൻ അവാർഡ്. ഞാൻ പഞ്ചാബി ഹൗസിന്റെ ഷൂട്ടിങ്ങിന്റെ സമയത്ത് എന്നെ ദിനേശ് ജിയാണ് എന്നെ വിളിച്ചു പറഞ്ഞത്. കാരണം പഞ്ചാബി ഹൗസ് കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റ്ലി ജോയിൻ ചെയ്യുന്ന പടമായിരുന്നു മയിൽപീലിക്കാവ്. അപ്പം പഞ്ചാബി ഹൗസിന്റെ ഷൂട്ടിംഗ് ഇവിടെയായിരുന്നു. നമ്മൾ അരൂർ കഴിഞ്ഞ് പോകുന്ന വഴിക്ക് അതിൻ്റെ അകത്തൊരു വീട്ടിലായിരുന്നു. അപ്പം അന്ന് കോളേജ് ക്ലാസ്, പിന്നെ ഷൂട്ടിങ്ങിന് പോകണു, കോളേജ് മിസ്സാവുന്നു എന്നൊക്കെ. അപ്പോൾ കോളേജുകാരും അഡാപ്റ്റീവായി. കാരണം ഉണ്ട്, എന്തോ ഉണ്ട്, ഇങ്ങനെ ഷൂട്ടിംഗ് ഉണ്ടെന്ന് പറഞ്ഞാൽ അവരും കുഴപ്പമില്ലാണ്ട് സമ്മതിച്ചു. അപ്പോൾ ഷൂട്ടിൻ്റെ സമയത്തായിരുന്നു അത് ഞങ്ങൾ ക്ലൈമാക്സ് എടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ദിലീപേട്ടനുണ്ട്, ഞാനുണ്ട്, ലാൽ സാറുണ്ട്, എല്ലാവരും നിന്ന് ചെയ്യുന്ന സമയത്ത് അന്ന് മൊബൈൽ ഫോൺ എനിക്കില്ല. മൊബൈൽ ഫോണൊക്കെ ആയി വരുന്ന സമയം. അപ്പോൾ എനിക്ക് മൊബൈൽ ഫോണില്ല. അപ്പോൾ ഷൂട്ടിങ്ങിൻ്റെ സെറ്റിലോട്ട് കോള് വരും. അപ്പം ഞങ്ങൾ സത്യം പറഞ്ഞാൽ ആ ലാസ്റ്റ് ക്ലൈമാക്സ് സീൻ അഭിനയിക്കുക. ഇങ്ങനെ ദിലീപേട്ടൻ എന്നെ നോക്കുക, ഞാൻ ദിലീപേട്ടനെ നോക്കി ഇങ്ങനെ നിൽക്കുക. അപ്പോൾ സൈഡിൽ ആൾക്കാരെല്ലാം നിന്നൊരു ലോങ് ഷോട്ടായിരുന്നു. അതിങ്ങനെ നിന്നപ്പം ഫോൺ അടിച്ചു, അകത്ത് ലാൻഡ് ഫോൺ അടിച്ചു. അവിടെ ലാൻഡ് ഫോൺ അടിക്കണമെങ്കിൽ നമ്മുടെ അത്യാവശ്യമുള്ള ആർക്കെങ്കിലും ആയിരിക്കും. അപ്പം ഞാൻ വിചാരിച്ചില്ല, അകത്ത് ലാൻഡ് ഫോൺ അടിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു എന്തൊരു ഷോട്ടിൻ്റെ ഇടയ്ക്കാണ് ഫോൺ അടിക്കുന്ന, കണക്ഷൻ മാറ്റിയിടും എന്നൊക്കെ പറയുന്നത് കേൾക്കാം. അപ്പം ആരോ പോയി ഫോൺ എടുത്തപ്പോൾ പറഞ്ഞു ജോമോൾക്കാണ് ഫോണ്. അപ്പം തന്നെ എൻ്റെ ഹാർട്ട് ഇടിക്കാൻ തുടങ്ങി. അപ്പം ദിലീപേട്ടൻ പറഞ്ഞു നിന്റെ കോളേജിൽ നിന്നാണ് വിളിക്കുന്നത്, കോളേജിൽ നിന്ന് എന്നെ പറഞ്ഞു വിട്ടു എന്ന് പറയാൻ വേണ്ടിയിട്ട്, ഇനി അങ്ങോട്ട് ചെല്ലണ്ട എന്ന് പറയാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ആലോചിച്ചു എനിക്കെന്തിനാ ഇവിടെ ഫോൺ വരുന്നത്, എനിക്ക് അങ്ങനെ ഫോൺ വരേണ്ട ഒരു ആവശ്യമില്ല. അങ്ങനെ ഞാൻ പോയി ഫോൺ എടുത്തപ്പോഴാണ് ദിനേശ് ജി. അപ്പോൾ അടുത്ത പടം ജോയിൻ ചെയ്യും. അപ്പം എന്നോട് ഞാൻ ദിനേശ് ജിയാണ്. ഞാൻ പറഞ്ഞു ദിനേശ് ജി എന്തുണ്ട്, ഇങ്ങോട്ട് എന്ത് പറ്റി വിളിക്കും, കൺഗ്രാറ്റ്സ്. ഞാൻ പറഞ്ഞു എന്തിനാ, അറിഞ്ഞില്ലേ? ഞാൻ പറഞ്ഞു അറിഞ്ഞില്ല. പിന്നെ തമാശ പറയുന്നത്. ഞാൻ പറഞ്ഞു അല്ല അറിഞ്ഞില്ല, സത്യമായിട്ട് അറിഞ്ഞില്ല. നാഷണൽ അവാർഡ് ഉണ്ട്. ഞാൻ പറഞ്ഞു നാഷണൽ അവാർഡ്? അവർ നാഷണൽ അവാർഡ് ഉണ്ട്, സ്പെഷ്യൽ മെൻഷൻ അവാർഡ് ഉണ്ട്, ഡിക്ലെയർ ചെയ്തു, ഇപ്പോഴാണ് ചെയ്ത. അത് ഞാൻ അറിഞ്ഞു എന്ന് വിചാരിച്ചിട്ടാണ്. ഞാൻ പറഞ്ഞു ഞാൻ അറിഞ്ഞില്ല. അങ്ങനെ ഞാനല്ല, അപ്പോഴും എൻ്റെ തലയിലോട്ട് ഇത് കയറിയിട്ടില്ല. സത്യം പറഞ്ഞത് കയറിയിട്ടില്ല. അങ്ങനെ ഞാൻ ഫോൺ വെച്ചിട്ട് ഞാൻ അവിടെ പോയി ഷോട്ടിന് പോയിരുന്നപ്പോൾ ദിലീപേട്ടൻ എന്ത് പറ്റി, എന്താ വിളിച്ചത്, ആരെ വിളിച്ചതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ ദിനേശ് പണിക്കറാണ് വിളിച്ചത്. എന്താ? ഞാൻ പറഞ്ഞു എനിക്ക് നാഷണൽ അവാർഡ് ഉണ്ടെന്ന് പറയണം. അപ്പൊ എല്ലാരും നാഷണൽ അവാർഡോ? ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു സംശയമുണ്ട്. പിച്ചും അതല്ല, ചിലപ്പോ ഇനിയിപ്പോ കോളേജിൽ നിന്ന് പറഞ്ഞു വിട്ടതിന്റെ ദുഃഖത്തിൽ ഞാൻ വല്ലതും പിച്ചും പേയും പറഞ്ഞതാണോന്ന് വിചാരിക്കുന്നോന്ന് അറിയില്ല. അവര് പറഞ്ഞു അല്ല ഞാൻ നാഷണൽ അവാർഡ് ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ അവർ നോക്കിയപ്പോഴാണ് അന്വേഷിച്ചു, പിന്നെ ഫോൺ എല്ലാവരും ചെയ്ത് അന്വേഷിച്ചപ്പോഴാണ് കറക്റ്റാന്ന് അറിഞ്ഞത്.